കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒത്തിരി നാളായിട്ട് നോ കോൺടാക്റ്റിലാണ്. പക്ഷെ അതിനുള്ള ഒരു റീസൺ ആ വ്യക്തി ഇതുവരെയും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിരുന്നില്ല. പലതവണ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് എന്നിൽ നിന്നും ഇങ്ങനെ അകലുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ നോ കോൺടാക്റ്റിലാവുന്നത്? നിങ്ങൾ പല പ്രാവശ്യം ആ വ്യക്തിയോട് ചോദിച്ചിട്ട് പോലും ആ വ്യക്തി ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിപ്ലൈ തന്നിട്ടുണ്ടാവില്ല. നിങ്ങളെ അവഗണിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടമായി പോകുന്നു എന്നൊരു ഫീൽ ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾ ആ വ്യക്തിയെ ചേസ് ചെയ്തിരുന്നത് മേ ബി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഈ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. അത് ആ വ്യക്തിയെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. മേ ബി ഈ ഒരു സമയത്തോടകം തന്നെ നിങ്ങളെ ഒരുപാട് എന്താണ് ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഈ വ്യക്തി. അതായത് നിങ്ങളെ അവഗണിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് നിങ്ങളെ തകർത്തിട്ടുള്ളതായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷെ അതിലെല്ലാം ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ഗിൽറ്റ് ഫീൽ ഉണ്ട്. മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കരിയർ ഇഷ്യൂ ആയിരിക്കാം, ആ വ്യക്തിയുടെ ഫാമിലിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു വിഷയമായിരിക്കാം. പക്ഷെ അത് ഒരു കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാതെ ഈ വ്യക്തി എല്ലാം നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എന്താണ് റിയാലിറ്റി? ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ വ്യക്തി ഒരിക്കലും അത് നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്തിരുന്നില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കാൻ ആ വ്യക്തി ശ്രമിച്ചിരുന്നു. വളരെ ചൈൽഡിഷ് ആയിട്ടുള്ളൊരു ബിഹേവിയർ ആണ് ആ ആ ആ സമയത്ത് അവർ നിങ്ങളോട് പ്രവർത്തിച്ചതെന്ന് ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളോട് ആ കാര്യം തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരില്ലായിരുന്നു എന്ന് ആ വ്യക്തി ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ ഒരുപാട് തവണ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് തന്നെ ഈ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുന്നുണ്ട്. അത് ഈ വ്യക്തി ഇപ്പോൾ ഒട്ടും തന്നെ ആ വ്യക്തിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ കഴിയുന്നില്ല. വളരെ ഡീപ്പായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ വീണ്ടും ഒരു തുടക്കം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു റീബർത്ത് ഉണ്ടാവണം എന്ന് ആ വ്യക്തി ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ വ്യക്തിക്ക് നോ കോൺടാക്ട് സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനാണ്. അതിൽ ആ വ്യക്തി ഒരുപാട് ഡിപ്രസ്ഡ് ആണ്. മേ ബി ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളോട് ഇനിഷ്യേറ്റീവ് എടുക്കാൻ കഴിയാത്തത് ആ വ്യക്തി നിങ്ങളോട് അത്രയധികം ബാഡായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. അതായത് നിങ്ങളെ ഒരുപാട് അവഗണിച്ചിട്ടുണ്ട് ആ വ്യക്തി. നിങ്ങളെ ഒരുപാട് തവണ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടാവാം. ആ വ്യക്തിയോട് ഒരുപാട് നിങ്ങള് പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതിൽ ആ സമയത്തെല്ലാം നിങ്ങളെ അവർ അവഗണിച്ചു കൊണ്ടേയിരുന്നു. ഇപ്പോൾ ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് ഒരുപാട് കൺഫ്യൂഷനാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയുന്നുണ്ടാവില്ല. നിങ്ങളോട് എങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റും? അതെന്താണ് നിങ്ങളോട് പറയേണ്ടത്? എന്നൊന്നുമുള്ള കാര്യങ്ങൾ ആ വ്യക്തിക്ക് അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഒരുപാട് ഏകാന്തത ആ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് ആ വ്യക്തിക്ക്. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയാമായിരുന്നു എന്നുള്ള ഒരു തോട്ട് ആ വ്യക്തിക്കുണ്ട്. അതിനൊരു അവസരം കിട്ടിയാൽ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഓടി അണയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അത്രമാത്രം അവരിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് വേദനിച്ച്, വിഷമിച്ച്, ഒരുപാട് മെന്റലി സ്ട്രഗിൾ ചെയ്ത് തന്നെ നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി എസ്പെഷ്യലി ഇൻ നൈറ്റ് ടൈംസ് ഒരുപാട് ആ വ്യക്തി നിങ്ങളെ ഓർത്ത് കരയുന്നുണ്ട്. ആ വ്യക്തി ചെയ്തു പോയ ഒരു തെറ്റില് ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു തെറ്റാണ് ആ വ്യക്തി നിങ്ങളോട് ചെയ്തു പോയത് എന്നുള്ള ഒരു ഫീലിംഗ് ആണ് ആ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ആ വ്യക്തി നിങ്ങളെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്തയാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. എന്ത് ചെയ്താലാണ് ഈ സിറ്റുവേഷൻ കറക്റ്റ് ആവുന്നത് എന്നുള്ളൊരു തോട്ട് ആ വ്യക്തിക്കുണ്ട്. ഓക്കെ.
ചിലപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനും ആകാം. അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ. ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രോമിസസ് ആ വ്യക്തി തന്നിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് ആ വ്യക്തി മനസ്സിലാക്കണം അതിൽ ഒരു കാര്യങ്ങൾ പോലും അവർക്ക് പാലിക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. മേ ബി ആ വ്യക്തിയുടെ ലൈഫിൽ അത്രയധികം ഒരു ഒരു ബാഡ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷൻ ആയിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ അവര് നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് തരാനോ ഒന്നും ആ വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനെല്ലാം ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ഗിൽറ്റ് ഫീൽ ഉണ്ട്. ഓക്കെ. ചില സമയങ്ങളിൽ ആ വ്യക്തിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ആ വ്യക്തിക്ക് നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനും ഉണ്ട്. എക്സ്പെക്ട് മിറാക്കിൾസ്. ഒരുപാട് മിറാക്കിൾസ് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട്. ആൻഡ് ഗെറ്റ് ടു നോ ഈച്ച് അതർ. യെസ്, ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ആ വ്യക്തിയെ നിങ്ങൾ തീർച്ചയായിട്ടും ആ വ്യക്തിയെ മനസ്സിലാക്കണം. മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരം ആ വ്യക്തിക്ക് കൊടുക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പരസ്പരം മനസ്സിലാക്കുക, പരസ്പരം പല കാര്യങ്ങളും ഷെയർ ചെയ്യുക, പല കാര്യങ്ങളും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനുണ്ട് ആ വ്യക്തിക്ക്. എന്തുകൊണ്ട് ആയിരുന്നു ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് അവർ സെപ്പറേറ്റഡ് ആയത് എന്നെല്ലാം ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരസ്പരം നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ടാവും. ഒരുപാട് ചേഞ്ചസ് ആണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നത്. ഈ ഒരു സ്റ്റക്നെസ് മേ ബി നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റക്നെസ് മാറാനുള്ളൊരു സമയം ഇപ്പോഴാണ്. യെസ്, ദിസ് കുഡ് ബി ദ വൺ. ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരുന്നതിന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളാണ് അവരുടെ ലൈഫ് പാർട്ണർ എന്ന് ആ വ്യക്തി മനസ്സിൽ കാണുന്നുണ്ട്. ഒരുപാട് ആ വ്യക്തി അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ലൈഫ് പാർട്ണർ ആകുന്നതായിട്ടും നിങ്ങളെ വിവാഹം ചെയ്യുന്നതായിട്ടും എല്ലാം ഈ വ്യക്തിയാണ് എൻ്റെ പെർഫെക്റ്റ് മാച്ച് എന്ന് ആ വ്യക്തി മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവാം. റീച്ചിങ് ഔട്ട്. യെസ്, തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തിപ്പെടും. അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ്, കോൾ, മേ ബി അതൊരു കോൾ ആയിരിക്കാം. ആ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യുമായിരിക്കാം. അല്ലെങ്കിൽ ഒരു മെസ്സേജ് എങ്കിലും ആ വ്യക്തി നിങ്ങൾക്ക് അയക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പോസിബിലിറ്റിയാണ്. കൂടുതൽ പേർക്കും ആ ഒരു പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി ഈ സെപ്പറേഷൻ ഒരു ട്വിൻ ഫ്ലെയിം സ്റ്റേജസിലുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഈ സെപ്പറേഷൻ എന്നും നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ സംഭവിക്കും. നിങ്ങളിലേക്ക് തിരികെ എത്താനായിട്ട് ആ വ്യക്തി വളരെയധികം ശ്രമിക്കുന്നുണ്ട്.